വീണയോ? നീ എന്തിനാ ഹോട്ടലിലേക്ക് വന്നത്? വല്ലവരും കണ്ടാൽ എന്താ? ഞാൻ രവിയേട്ടന്റെ ആരാ? മുറപ്പെണ്ണല്ലേ? അതിപ്പോ അച്ഛൻ സമ്മതിക്കില്ലെന്നായിരിക്കും. ലോകത്ത് ആരെതിർത്താലും രവിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ബീനെ, പറയൂ ചേട്ടാ, ചേട്ടന് എന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രാണനേക്കാൾ നിന്നെ എനിക്ക് സ്നേഹമാണ് ബീനെ. എന്റെ ചേട്ടാ, മൃഗമേ, നിനക്ക് എന്റെ മുമ്പിൽ എങ്ങനെ ധൈര്യം ഉണ്ടായി? താഴെ കഴിച്ച് കുത്തിയ ബിഷപ്പാമ്പാണ് നീ. അമ്മാവനോ? അങ്ങനത്തെ ബന്ധത്തെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ ചതി ചെയ്യുമായിരുന്നു. നിങ്ങളൊന്ന് സമാധാനിക്കൂ. അവനൊരു തെറ്റ് പറ്റിപ്പോയി. രവി മറ്റാരും അല്ലല്ലോ, നമ്മുടെ സഹോദരന്റെ മോനല്ലേ, ബീനയുടെ മുറച്ചെറുക്കൻ. എന്റെ മകളുടെ മുറച്ചെറുക്കനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച നമുക്ക് തന്നെ അപമാനം. അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ സ്വന്തം മകനെ പോലെ ഞാൻ എടുത്തു വളർത്തി. നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചു. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി. വള്ളികുന്നത്തെ ഗിരിജാവല്ലഭനാണ് എന്റെ അനന്തരവൻ. പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി, അല്ലാതെ എന്റെ മകൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റിസ് കരുണാകരന്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞാൽ അമ്മാവ, ഞാൻ ബീനെ വിവാഹം കഴിച്ചോളാം. നിന്നെ ഞാൻ നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? രവി, ഹോട്ടലിലേക്ക് പോകും. ഈ തോക്കിന് തരൂ. തരാൻ. അവിടെ ഇരിക്കൂ. നോക്കൂ, ഞാൻ ബീനയുടെ പെറ്റമ്മയല്ല, ഇളയമ്മയാണ്. പക്ഷേ സ്വന്തം മകളെ പോലെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. എന്റെ മാനം പോയി രജനി. ഞാൻ നീ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ. അവനെ കൊന്നാൽ ബീന വിധവയാകും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതിൽ കവിഞ്ഞൊരു അപമാനം നമുക്കുണ്ടാകാനുണ്ടോ? രവി പഠിത്തം കഴിഞ്ഞിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ ഒരു ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ്. കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും. നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം. ഞാൻ പോയി അവർക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. എഴുന്നേറ്റ് ചെല്ലു. പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എന്താ അടുത്ത പരിപാടി? എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് 2-3 മാസത്തിനകം ശരിയാകുമെന്ന് തോന്നുന്നു. അതുവരെ രവിയേട്ടന് ഇവിടെ താമസിച്ചൂടെ? എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പലരും ദിവസേന കാണാൻ വരും. അതിന് ഹോട്ടലാണ് കൂടുതൽ സൗകര്യം. കറക്റ്റ്. അവളാണ് ഫോറിൻ എറ്റിക്കറ്റ്. എടി, അവൻ എന്റെ അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം. എടാ, ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ചാ എടുത്തിരിക്കുന്നത്. അടുത്ത മാസം പബ്ലിക് പരീക്ഷ. സമയം കിട്ടും പോലെ ഇവക്ക് വല്ലതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരി അമ്മാവ. കുഞ്ഞെ, എന്താ ചാനു? കാപ്പി ആറ് തണുത്തിരിക്കുന്നു. എന്താ? എന്തുണ്ടായി? എന്തുണ്ടായിന്നോ? നിങ്ങളുടെ മകളുടെ ജീവിതം നിങ്ങൾ തകർത്തോ? ഞാനല്ല കൊന്നത്. എന്നെ വിശ്വസിക്കൂ. ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവൻ കിടക്കയിൽ രക്തത്തിൽ കുളിച്ച്
മരിച്ചു കിടക്കുന്നു. ഞാനാണ് ഐഷ. ഓഹോ, മിടുക്കി. അലി എന്റെ ബോഡി ഗാർഡാണ്. വളരെ സന്തോഷം. എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു? യെസ്, നിങ്ങൾക്കെല്ലാം കാത്തിരിക്കുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിയും വേഗം പോണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. calling 33, 501 calling 33, 501 calling 33, over. 33 on the lane, 33 on the lane, 33 on the lane, over. An important message. വരൂ. ഞങ്ങളുടെ ഏജന്റ് സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത ആഴ്ച ഇവിടെ വരും. ഐഷ രൂപ രഹസ്യമായ ഒരാൾവശം പത്രാധിപർ തമ്പുരാന്റെ പക്കലെത്തിക്കണം. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജനെ അറിയിച്ചേക്കണം. അതെ, ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും. അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയൂ സർ. എന്താ പോലീസ്? നിങ്ങൾ ഉടനെ രക്ഷപ്പെടും. ദുബായിൽ നിന്ന് വന്നവരുടെ കടപ്പുറത്തുകൂടി രണ്ടുപേർ പെട്ടിയുമായി ഓടിപ്പോന്നു.
3 calling Tiger. 3 calling Tiger. 3 calling Tiger. Over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ.